ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവരും ഓക്കെ അല്ലേ? നമ്മൾ ഈ പ്ലാൻസ് അയക്കുന്നത് DTDC വഴിയാണെന്നുള്ള വിവരം എല്ലാ പേർക്കും ഏകദേശം അറിയാം. DTDC വഴി അയക്കുമ്പോൾ ചിലപ്പോൾ പിറ്റേന്ന് കിട്ടേണ്ടതും അതിൻ്റെ പിറ്റേന്ന് കിട്ടേണ്ടതുമൊക്കെ കുറച്ച് വൈകിട്ട് അല്ലെങ്കിൽ 4 ദിവസം കഴിഞ്ഞ് അഞ്ചാമത്തെ ദിവസമൊക്കെ ഡെലിവർ ആകുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് പറയാനുള്ളത് നമുക്കൊരു റീപ്ലേസ്മെൻറ്റ് പോളിസി ഉണ്ട്. അത് നമ്മുടെ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ വാട്സപ്പിലേക്ക് നിങ്ങളൊരു മെസ്സേജ് വിടുമ്പോൾ നിങ്ങൾക്കൊരു ഗ്രീറ്റിംഗ് കിട്ടും, വെൽക്കം ഗ്രീറ്റിംഗ്. അതിൽ നമ്മൾ റീപ്ലേസ്മെൻറ്റ് സബ്ജക്റ്റ് ടു ചേഞ്ച് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ റീപ്ലേസ്മെൻറ്റ് പോളിസി എന്താണെന്നുള്ളതാണ് നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുള്ളത്. ആ ഒരു പോളിസി അനുസരിച്ച് നമ്മുടെ പ്ലാൻസ് അയക്കുന്നതും വാങ്ങുന്നതും വളരെ കൃത്യമായിട്ടുള്ള പ്രോസസ്സിലൂടെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പോളിസിക്ക് അർഹരായിരിക്കുന്നത് തന്നെയാണ്. അതായത് DTDC മൂലം ഉണ്ടാകുന്ന മിസ്ഹാൻഡ്ലിങ്, മിസ് റൂട്ട് അതുപോലെയുള്ള മറ്റ് കേടുപാടുകൾ ഇതെല്ലാം തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഓപ്പണിംഗ് വീഡിയോ വഴി നമ്മളെ അറിയിക്കുന്ന പക്ഷം നമുക്ക് ആ റീപ്ലേസ്മെൻറ്റ് നടപ്പിലാക്കാൻ പറ്റുന്നതാണ്. അതൊരു ഹാഫ് റീപ്ലേസ്മെൻ്റ് ആണ്. ഓർഡർ ചെയ്തിരിക്കുന്ന പ്ലാൻസ് 80 രൂപ വരെയുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളി റീപ്ലേസ്മെൻറ്റ് കിട്ടും. എന്നാൽ 80-ന് മുകളിലേക്കുള്ള എല്ലാ പ്ലാൻസിനും പകുതി റീപ്ലേസ്മെൻ്റ് ആണ്. അതായത് കസ്റ്റമർ പകുതി പൈസ ഇടുക, ഞാനും പകുതി പൈസ സഹിച്ചിട്ട് നിങ്ങൾക്ക് പുതിയ പ്ലാൻസ് അടുത്ത ഓർഡറിൽ, അതല്ലെങ്കിൽ പകുതി CC നിങ്ങൾ ഇടുക, പകുതി CC ഞാനും ഇട്ടിട്ടാണ് നമ്മൾ പ്ലാൻസ് അയച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയൂ. കാരണം നമുക്ക് ഒരുപാട് ലാഭമെടുത്ത് നമ്മൾ ബിസിനസ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കേട് വന്നാൽ ഞാൻ വീണ്ടും ഫുൾ പ്ലാന്റ് അയച്ചു തരാം എന്നെനിക്ക് വാഗ്ദാനം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നോക്കിയാൽ നമുക്ക് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളൊരു വിവരം എനിക്ക് മനസ്സിലായതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് പ്ലാന്റ് അയച്ചിട്ടുണ്ട് എന്ന് ഞാൻ ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ദിവസമാണോ നോർമലി കിട്ടാറുള്ളത് ആ ദിവസം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അന്ന് തന്നെ എനിക്ക് വിവരം അറിയിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്താൽ മാത്രമാണ് എവിടെയാണോ സ്ട്രക്കായി കിടക്കുന്നതെന്ന് ഇവിടുത്തെ DTDC വഴി എനിക്ക് അത് അന്വേഷിക്കാനും അതവിടുന്ന് മൂവ് ആക്കാനും സാധിക്കുകയുള്ളൂ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ആ പാക്കറ്റ് എങ്ങനെയൊക്കെയോ കിട്ടി. ആ കിട്ടിയ പാക്കറ്റ് എങ്ങനെയാണോ കിട്ടിയത് ഒരു ഓപ്പണിംഗ് വീഡിയോ, അൺകട്ട് വീഡിയോ നിങ്ങൾ എനിക്ക് അയച്ചു തരേണ്ട വളരെ നിർബന്ധമായിട്ടുള്ളൊരു സംഗതിയാണ്. പാക്കറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയത് തൊട്ട് അത് ഓപ്പൺ ചെയ്യുന്നതും അതിലെ ഓരോ പ്ലാന്റും എടുത്തു മാറ്റുന്നതും നോക്കുന്നതും അതിലെന്തെങ്കിലും കേടുപാടുണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് മനസ്സിലാവുകയും ചെയ്യും. അതുപോലെ നമുക്കതിൻ്റെ കാര്യങ്ങൾ നീക്കാനും പറ്റും. ഇനി അതല്ല, നിങ്ങൾക്ക് കിട്ടേണ്ട സമയത്ത് കിട്ടിയില്ല എന്നുള്ളത് എന്നെ അറിയിക്കാതിരിക്കുകയും അതുപോലെ കിട്ടിയ ദിവസം നിങ്ങൾ എനിക്ക് ഇൻഫർമേഷൻ തരാതെ, അതായത് ഓപ്പണിംഗ് വീഡിയോ ഇട്ട് തരാതെ 2 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് 2 ദിവസം മുന്നേ പ്ലാന്റ് കിട്ടി, ഇങ്ങനെയാണ് കിട്ടിയത് എന്ന് പറയുകയും അതുപോലെ നിങ്ങൾ വീഡിയോ ഇടാതിരിക്കുകയും ഇനി ഇടുന്ന വീഡിയോ നിങ്ങൾ കട്ട് ചെയ്തിട്ട്, അതായത് ഒരു വീഡിയോ എടുത്തു അത് കട്ട് ചെയ്തിട്ട് ബോക്സ് പൊളിക്കുന്നു, അതിനുശേഷം വീണ്ടും വീഡിയോ ഫോൺ ഓപ്പൺ ചെയ്ത് വീണ്ടും വീഡിയോ എടുക്കുന്നു, അങ്ങനെയുള്ള വീഡിയോസ് ഇടുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിനകത്തൊരു ക്ലാരിറ്റിയും ഉണ്ടായിരിക്കുന്നതല്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് യാതൊരു റീപ്ലേസ്മെൻറ്റും ആ കസ്റ്റമറിന് അർഹതപ്പെട്ടതായിട്ട് വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മളെല്ലാം വളരെ പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇതിൽ വളരെ അത്യാവശ്യമുള്ളൊരു സംഗതിയാണ്. അതുപോലെ നമുക്ക് ഇതിൽ നിന്നും ട്രാക്ക് ID എടുത്തു വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പ്ലാന്റ് എവിടെല്ലാമാണ് കിടന്നിട്ടുള്ളത് എന്നെല്ലാം നമുക്ക് DTDC ത്രൂ അറിയാൻ പറ്റും. അതുകൊണ്ട് ഏതെങ്കിലും ബ്രാഞ്ചിൽ വന്ന് കിടക്കുകയാണ് പ്ലാന്റ്, 2 ദിവസം ആ ബ്രാഞ്ചിൽ കിടന്നു, 3-ാമത്തെ ദിവസം നിങ്ങൾ പോയിട്ട് അത് കളക്ട് ചെയ്തു എന്ന് വരികിലും നിങ്ങൾക്ക് റീപ്ലേസ്മെൻറ്റിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. കാരണം അത് ആ ബ്രാഞ്ചിൽ വന്നതിന് ശേഷം അവിടുന്ന് വിളിച്ചില്ലയോ, അതല്ലെങ്കിൽ അങ്ങനെയുള്ള കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊന്നും തന്നെ പിന്നെ നമുക്ക് കേൾക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം അതവിടെ എത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അന്വേഷിക്കേണ്ടത് കസ്റ്റമറുടെ കൂടെ ഉത്തരവാദിത്തമാണ്. ബ്രാഞ്ചിൻ്റെ, അതായത് ഓരോരോ കൺസേൺ ബ്രാഞ്ചിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല ഇന്ന പ്ലാൻസ് ഇവിടെ വന്ന് കിടപ്പുണ്ട് എന്നറിയുന്നത്. നമുക്ക് അലേർട്ടായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടുന്ന് പ്ലാൻസ് അയച്ചിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് ഇടുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടും പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ വീണ്ടും പറയേണ്ട സാഹചര്യങ്ങൾ, ഒരുപാട് പുതിയ കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്, എല്ലാവരും ഫുള്ളി റീപ്ലേസ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞ് എന്നോട് ചോദിക്കാറുണ്ട്. ഇതാണ് നമ്മുടെ പോളിസി. ഒരുവിധം എല്ലാ പേരും തന്നെ പ്ലാൻസ് അയച്ചു എന്നറിഞ്ഞു കഴിഞ്ഞാൽ വളരെ അലേർട്ടായിട്ട് DTDC കോൺടാക്റ്റ് ചെയ്യുകയും അതുപോലെ കിട്ടിയില്ലെങ്കിൽ എനിക്ക് വിവരം അറിയിക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ ചിലർ മാത്രമാണ് യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഇല്ലാതെ പാക്കറ്റ് കിട്ടിയില്ല എന്നുള്ളത് അറിയിക്കാതെ, അതുപോലെ DTDCയിൽ വന്ന് കിടന്നാലും അത് അന്വേഷിക്കാതെ, അങ്ങനെ കുറേ കാരണങ്ങൾ കൊണ്ട് പാക്കറ്റ് എടുക്കാതെ അങ്ങനെയൊക്കെ വരുന്നത്.
അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. അതെനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 6 മാസത്തിൽ ഒരു തവണയൊക്കെയാണ് സംഭവിക്കാറുള്ളത്. എല്ലാ പേരും പ്ലാൻസിന് വേണ്ടിയിട്ട് ഈഗർലി വെയിറ്റിംഗ് ആയതുകൊണ്ട് അങ്ങനെ സംഭവിക്കാറില്ല. എന്നാൽ സംഭവിച്ചിട്ടുള്ള കേസുകൾ ഉണ്ടായതുകൊണ്ടാണ് റീപ്ലേസ്മെൻറ്റ് എന്നുള്ളൊരു സംഗതി നമുക്ക് അധികം അങ്ങനെ വന്നിട്ടില്ല. കാരണം നമ്മുടെ പാക്കിംഗ് എല്ലാം ഓക്കെ ആയതുകൊണ്ടും ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. സ്നേഹപൂർവ്വം ഹാദിയ.